നമുക്കൊന്ന് കളിച്ചാലോ? നീ എന്തു പറയുന്നത്? എന്ത് കളി? ഒരു കളി. കടുങ്കൈ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ മേലുപോകുന്ന പണി വല്ലതും ആണോടാ? ആ ചിലപ്പോ നൊന്നിരിക്കും. അയ്യോ, ഹരിയുടെ ഒരു ഫ്രണ്ടിന്, ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ്, പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഭവിക്കുക? കാണാം. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വന്ന ജീവനൊന്നും ഉണ്ടാവില്ല. ശപിച്ചു വിടല്ലേ ചേട്ടാ. പോടാ. കുട്ടി അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ. നീ കേക്ക് കുടിക്ക്. എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട. പിള്ളേരില്ലടാ, ആ ഒരു ചിന്ത. ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് കുഴയുന്ന ലക്ഷണമാണ്. എന്താ സംഭവം? ഹേയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. എവിടെ നിനക്ക് പ്രാന്താളാ പന്നി? ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അയ്യോ, എന്തിനു കരഞ്ഞോണ്ട് പോന്നേ? അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. പുതിയതാ. വാ തുറന്ന തെറിയുടെ പൂരാ. ഏത് പഞ്ചായത്തായാലും ശരി, പോകാൻ പറഞ്ഞു. തുണി തിരിക്കോ സെബാസ്റ്റ്യാ, എണ്ണിക്കോ. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. അത് നിനക്കെന്നാ പറ്റിയാ? പട്ടി അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയാ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇനി ഈ പ്രശ്നത്തില് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം.